ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ സംഭവിക്കുന്ന വലിയ 2 അബദ്ധങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. വണ്ടി ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്തവരും അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും റോഡിൽ ഈ 2 അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ഒഴിവാക്കുക. ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഞാൻ ഇതേ വാഹനം ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് തുടക്കക്കാരിൽ പലർക്കും തന്നെ ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം, ആദ്യത്തെ ഒരു അബദ്ധം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഇതിന് ശേഷം ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്തും കൂടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾ നോക്കി, ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു. ഇപ്പം ചെറിയൊരു കയറ്റമാണ്. ചെറിയ കയറ്റത്ത് പലർക്കും സംഭവിക്കുന്നതാണ്, വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കും. സെക്കൻഡ് കൊടുക്കാനായിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്ന എടുക്കുന്നതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് വണ്ടി അങ്ങ് ഓഫ് ആയി പോകും. അപ്പം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഗിയർ മാറ്റുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ റോഡിന്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഗിയർ മാറ്റണം. അതായത് ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയറിൽ വാഹനം ഇതുകൊണ്ട് എടുത്താൽ ഉടൻ തന്നെ നമ്മൾ എപ്പോഴും വാഹനത്തിന് ഒരു 20 കിലോമീറ്ററിനോട് അടുത്തൊരു വേഗത വന്നിട്ട് മാത്രമേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാവുള്ളൂ, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വാഹനം ചെറിയൊരു ഇറക്കത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് ക്ലച്ച് എന്ന് അയച്ചു കഴിഞ്ഞാൽ വാഹനം ഓഫ് ആകത്തില്ല. അപ്പോൾ ഇവിടെ ഞാനിവിടെ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇതുകൊണ്ട് ഒരു 20 കിലോമീറ്ററിനോട് അടുത്തൊരു സ്പീഡ് ആക്കുന്നു. കയറ്റമാണെങ്കിൽ അത് 20 എന്നുള്ളത് ഒരു ഇത്തിരിയും കൂടെ സ്പീഡാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് ഇതുകൊണ്ട് ഇത്തിരി സ്പീഡ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതുണ്ടോ സെക്കൻഡ് ഇടുന്നു, എന്നിട്ട് ക്ലച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം ഓഫ് ആകത്തില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റി 4th ഗിയറിലേക്ക് വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഈ സൈഡിലേക്ക് നിങ്ങൾ കൈ ഇങ്ങനെ തന്നെ ബലം കൊടുക്കുക. ഇങ്ങനെ ബലം കൊടുത്തുകൊണ്ട് നേരെ വലിച്ചു കഴിഞ്ഞ് ന്യൂട്രൽ വരും, നേരെ താഴോട്ട് ഇട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് വീഴത്തുള്ളൂ. ഒരു കാരണവശാലും ഗിയർ തെറ്റിപ്പോകത്തില്ല. അതായത് നമ്മൾ ഈ സൈഡിലേക്കാണ് പ്രഷർ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ചുമ്മാ ഇങ്ങനെ വലിച്ചിടുന്ന സമയത്ത് വീഴുന്നത് 4th ഗിയർ ആയിരിക്കും. അപ്പം നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാനിതുണ്ടോ ഇപ്പം ഇങ്ങനെ 3ാമത്തെ ഗിയറിൽ പോവാണ്. ഇങ്ങനെ 3ാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ഇതുണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ ഓടിച്ചു വരികയാണ്. എൻ്റെ വണ്ടി എനിക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡ് ഒതുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം ഇവിടെ വളവാണ്, ഇവിടെ നമ്മൾ ഒതുക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസിലേക്ക് നമ്മുടെ വണ്ടി ഒതുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ എല്ലാവരും ചെയ്യുന്ന, അതായത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരായിട്ട് ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു സൈഡിലേക്ക് ഒതുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ 3ഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ക്ലച്ച് പിടിക്കും, ഫസ്റ്റിലേക്ക് ഇടും, ക്ലച്ച് ചെയ്യുന്ന ഒറ്റ എടുപ്പ്. ഇതുണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തൊരു ജർക്കാ വരുന്നത്. ഇങ്ങനെ നിർത്തും. ഇങ്ങനെ ഒരു കാരണവശാലും നിർത്തരുത്. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഇടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പുറകിൽ തൊട്ടടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വണ്ടി നിർത്തുന്നു എന്ന് അവർ പ്രതീക്ഷിക്കത്തില്ല. ഇൻഡിക്കേറ്റർ ഇട്ടാൽ സഡൻ ആയിട്ടാണ് വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ് നിൽക്കുന്നത്. അതൊന്ന്. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ നിർത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും മുൻവശത്തേക്ക് വരും. പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സെക്കൻഡ് റോ സീറ്റിലൊന്നും ഇരിക്കുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഒന്നും പൊതുവേ ഇടാറില്ല. അവരൊക്കെ തെറിച്ച് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ 3rd ഗിയർ ആയിക്കോട്ടെ 4th ഗിയർ ആയിക്കോട്ടെ, ഏത് ഗിയറിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ വാഹനം എടുക്കുന്നു, വണ്ടിക്ക് സ്പീഡ് ആക്കിയിട്ട് അതേ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, 3ഡിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ഞാനിത് 4th ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ആകണം. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി സൈഡിലേക്ക് നിങ്ങൾക്ക് ഒതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫസ്റ്റിലേക്കാണ് വരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ടോ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറച്ചിട്ട് എന്ത് ചെയ്യണം, വണ്ടിയുടെ റണ്ണിങ് നിന്നതിന് ശേഷം മാത്രം ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തതുകൊണ്ടോ വണ്ടി പതിയെ സൈഡിലേക്ക് ഒതുക്കുക. ഇങ്ങനെ മാത്രമേ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാവുള്ളൂ. അത് ഏത് ഗിയറിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി 40 അല്ലെങ്കിൽ 30 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഇടാതെ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വരിക. ഇനി നമ്മൾ ഇതിന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് വരാതെ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് വാഹനം ഒതുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മെത്തേഡ്. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെ ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് വരുവാണ്, നിങ്ങൾ നോക്കുക, വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ഞാനിതേ 3rd ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു 4th ഗിയറിലേക്ക് ഇടുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡ് ഒതുക്കണം. എപ്പോഴും ഒതുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപകടമായിട്ടുള്ള സ്ഥലങ്ങളിലോ വളവുകളിലോ ഒന്നും നിങ്ങൾ വണ്ടി സൈഡ് ഒതുക്കി നിർത്തരുത്. വണ്ടി ഒതുക്കി നിർത്തുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർത്തുക. അപ്പോൾ അത് നിർത്തുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 4th വരുവാണ്, ഇതുണ്ടോ ജസ്റ്റ് ഒന്ന് ബ്രേക്കേ കാല് വെച്ചു,
ഒന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് 4th നിന്ന് 3rd ഇടുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ബ്രേക്ക് ഒന്ന് കാല് പതിയെ വെച്ച് 2nd ഗിയറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പതിയെ സൈഡിലേക്ക് വരികയാണ്. സൈഡിലേക്ക് വന്ന് ഇതുണ്ട് എൻ്റെ വാഹനം ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് ഇതുണ്ട് ഇങ്ങനെ വന്ന് ഒന്ന് ക്ലച്ച് താങ്ങി ബ്രേക്കേ വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു. എന്നിട്ട് 1st ഗിയറും കൂടെ കൊടുത്ത് ഇതുണ്ടോ വാഹനം ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഡ്രൈവിങ്ങിൽ എന്ത് ചെയ്യണം? ബ്രേക്കേ വരണം. നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് 1st ഗിയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഓടുന്ന വണ്ടി ഡയറക്റ്റ് നിങ്ങൾ ബ്രേക്ക് ഉപയോഗിക്കാതെ 1st ഗിയറിലേക്ക് ഇടരുത്. ഈ ഒരു അബദ്ധം ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട അബദ്ധമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇതുകൊണ്ട് വണ്ടിക്ക് 2nd ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പം ഞാൻ 2nd ഗിയറിൽ ഇങ്ങനെ പോകുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി 3rd കൊടുക്കുന്നു. നമ്മളിങ്ങനെ 3ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ആകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് പലരും തന്നെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്ക് യൂസ് ചെയ്യാറുണ്ട്. ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ബ്രേക്ക് എടുത്ത് നല്ല രീതിയിൽ ചവിട്ടും. സ്ലോ ചെയ്യാനായിട്ട് ചവിട്ടുന്നതാണ്. ഇപ്പോൾ ഇറക്കം വരുമ്പോഴത്തേന് ഇറക്കം തുടങ്ങുമ്പോൾ ബ്രേക്ക് വെക്കത്തില്ല. കുറച്ച് വണ്ടി അങ്ങ് സ്പീഡായി എന്ന് തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക് എടുത്തിട്ട് ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടും. അങ്ങനെ ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒറ്റ ചവിട്ടുമ്പോൾ വണ്ടി പെട്ടെന്ന് എഞ്ചിനടിച്ച് റോഡിൽ നിൽക്കും. അത് പുറകിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വണ്ടിയുടെ ബാക്കിലിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ഹാർഡായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നിങ്ങൾ ചവിട്ടരുത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ അറിവുകളും ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.